ഇന്ത്യയിലേക്ക് പലായനം ചെയ്ത ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിലേക്ക് തിരിച്ചെത്തിച്ച് നിയമ നടപടിക്ക് വിധേയമാക്കാൻ ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ ഇന്റർപോളിന്റെ സഹായം തേടാൻ ഒരുങ്ങുകയാണ്. ഹസീനയ്ക്കൊപ്പം പല രാജ്യങ്ങളിലേക്ക് ഒളിവിൽ പോയ നേതാക്കളെയും തിരിച്ചെത്തിച്ച് വിചാരണ ചെയ്യാനാണ് ഇടക്കാല സർക്കാരിന്റെ നീക്കം. വംശഹത്യ അടക്കമുള്ള കുറ്റങ്ങളാണ് ഷെയ്ഖ് ഹസീനയ്ക്കും അവരുടെ പാർട്ടി നേതാക്കൾക്കുമെതിരെ ചുമത്തിയിരിക്കുന്നത്. സ്ഥാനഭ്രഷ്ടായതോടെയാണ് ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ അഭയം തേടിയത്. ബംഗ്ലാദേശിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളിലായി നടന്നുവന്ന പ്രതിഷേധങ്ങളാണ് കലാപത്തിൽ കലാശിച്ചത്. ബംഗ്ലാദേശിലെ സൈനിക നേതൃത്വവുമായി സമ്പർക്കത്തിലാണ് എന്നും മന്ത്രി വ്യക്തമാക്കി. കലാപം രൂക്ഷമായതോടെയാണ് പ്രധാനമന്ത്രി പദം രാജിവെച്ച് ഹസീന രാജ്യം വിടേണ്ടി വന്നത്. നിലച്ചിരിക്കാത്ത നേരത്താണ് സ്വന്തം രാജ്യത്തു നിന്ന് പലായനം ചെയ്ത് ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യയിലേക്ക് അഭയം പ്രാപിക്കേണ്ടി വന്നത്. ഒരിക്കൽ ബംഗ്ലാദേശിനെ സൈനിക ഭരണത്തിൽ നിന്നും രക്ഷിക്കാൻ സഹായിച്ച ഹസീനയാണ് ഇന്ത്യയിൽ ഒളിച്ചോടി കഴിയേണ്ട അവസ്ഥയിലിരിക്കുന്നത്. വിവേചന വിരുദ്ധ വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന കൂട്ടായ്മയുടെ നിസ്സഹകരണ സമരം കൊടുമ്പിരി കൊണ്ടതോടെയാണ് ഹസീനയ്ക്ക് നിക്കക്കള്ളിയില്ലാതെ ഒളിച്ചോടേണ്ടതായി വന്നത്. സമരത്തിൽ അണിചേരാൻ സർക്കാർ സ്വകാര്യ ജീവനക്കാരും ആഹ്വാനം ചെയ്തതോടെ ഓഫീസുകളുടെ പ്രവർത്തനവും നിലച്ചിരുന്നു. പ്രധാനമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചെങ്കിലും പ്രക്ഷോഭകർ തയ്യാറായില്ല എന്നതാണ് വാസ്തവം. വിദ്യാർത്ഥികളല്ല ഭീകരരാണ് പ്രക്ഷോഭത്തിന് പിന്നിലെന്നും ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് അടിച്ചമർത്തുമെന്നും ഹസീന പ്രഖ്യാപിച്ചിരുന്നു. പിന്നാലെ പാർട്ടി പ്രവർത്തകർ രംഗത്തിറങ്ങുകയായിരുന്നു. പിന്നീട് നടന്നതെല്ലാം ചരിത്രമെന്ന് തന്നെ പറയേണ്ടി വരും. ഏറ്റവും കൂടുതൽ കാലം ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയാണ് ഷെയ്ഖ് ഹസീന. അഴിമതി കുറ്റം ചുമത്തപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ട ശേഷം രാജ്യഭരണത്തിന്റെ തലപ്പത്തെത്തിയ നേതാവ് കൂടിയാണവർ. പലപ്പോഴായി 19 വധശ്രമം അതിജീവിച്ച ഏറ്റവും അധികം കാലം ഭരണത്തിലിരുന്ന വനിത കൂടിയാണ്. എതിരാളികളെ അടിച്ചമർത്തുന്ന നേതാവെന്നു വിമർശനമുള്ള ഹസീനയ്ക്ക് അണികളുടെ വിശേഷണം മനുഷ്യത്വത്തിന്റെ മാതാവ് എന്നാണ്. 17 കോടി ജനങ്ങളുള്ള ബംഗ്ലാദേശിനെ അതിവേഗം വികസിക്കുന്ന സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റാൻ അവർക്ക് കഴിഞ്ഞു. പക്ഷേ ഏഷ്യയിലെ ഉരുക്കു വനിതയ്ക്ക് ഇപ്പോഴത്തെ പ്രക്ഷോഭത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല എന്നതായിരുന്നു വാസ്തവം. ബംഗ്ലാദേശ് രാഷ്ട്രപിതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെയും ബീഗം ഫാസില തുന്നീസയുടെയും മകളായി 1947 സെപ്റ്റംബർ 28 കിഴക്കൻ ബംഗാളിലാണ് ഹസീനയുടെ ജനനം. ഈഡൻ കോളേജിലെ സ്റ്റുഡൻസ് യൂണിയൻ വൈസ് പ്രസിഡന്റായിരുന്ന ഹസീന പഠനകാലത്ത് തന്നെ സ്റ്റുഡൻസ് ലീഗ് സജീവമായിരുന്നു. ഭൗതിക ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് ഉള്ള ആണവ ശാസ്ത്രജ്ഞൻ MA വസോദ് മിയയെ 1967 വിവാഹം കഴിക്കുകയും ചെയ്തു. ബംഗ്ലാദേശിൽ അട്ടിമറി നടന്ന 1975 ഓഗസ്റ്റ് 15 പ്രധാനമന്ത്രി മുജീബുർ റഹ്മാൻ കൊല്ലപ്പെടുകയായിരുന്നു. മുജീബിന്റെ ഭാര്യയ്ക്കും 3 ആൺമക്കൾക്കും ജീവൻ നഷ്ടമാകേണ്ടി വന്നു. പെൺമക്കളായ ഹസീനയും അനുജത്തി റഹനയും സ്ഥലത്തില്ലാത്തതിനാൽ മാത്രം രക്ഷപ്പെടുകയായിരുന്നു. റഹാനയോടൊപ്പം ഹസീന അപ്പോൾ ജർമ്മനിയിലേക്ക് പോയിരിക്കുകയായിരുന്നു. മുജീബിന്റെ ഉറ്റ സുഹൃത്തുക്കൾക്കും മന്ത്രിമാരുമായിരുന്ന താജുദ്ദീൻ അഹമ്മദ്, മൻസൂർ അലി, സായിദ് നസ്രുൽ ഇസ്ലാം, AHM കമർസുമാൻ എന്നിവരെ കൊലപാതകരിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അയക്കുകയും ചെയ്തു. 2.5 മാസത്തിനു ശേഷം ജയിലിൽ വെച്ച് അവരും കൊല്ലപ്പെടുകയായിരുന്നു. ഹസീനയും റഹാനയും പശ്ചിമ ജർമ്മനിയിലെ ബംഗ്ലാദേശ് അംബാസഡറുടെ വീട്ടിലാണ് രക്ഷ തേടിയത്. അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അവർക്ക് രാഷ്ട്രീയ അഭയം നൽകി. സൈനിക ഭരണകൂടം ഹസീനയെ വിലക്കിയതോടെ 6 വർഷത്തോളം അവർ ഡൽഹിയിൽ പ്രവാസ ജീവിതം നയിക്കേണ്ടതായും വന്നു. ആ വർഷം ആവാമി ലീഗിന്റെ പ്രസിഡന്റായ ഹസീന ഇന്ത്യയിൽ നിന്നും ബംഗ്ലാദേശിലേക്ക് മടങ്ങി. സൈനിക നിയമം ചുമത്തി 1984 1985 മാസങ്ങളോളം വീട്ടുതടങ്കലിൽ പാർപ്പിച്ചു. 1986 പൊതു തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഹസീന പ്രതിപക്ഷ നേതാവായി വിജയിച്ചു. പിന്നീട് അധികാരത്തിലെത്തിയ പട്ടാള തലവൻ HM ഇർഷാദ്, ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി നേതാവ് ഖാലിദ് സിയ എന്നിവരും മുജീബിന്റെ ഘാതകരെ സംരക്ഷിച്ചു. കേസെടുക്കുന്നത് പോലും തടഞ്ഞുവെച്ചു. പ്രതികളിൽ ചിലർ സ്വന്തം രാഷ്ട്രീയ കക്ഷിയുണ്ടാക്കി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. 1991 തിരഞ്ഞെടുപ്പിലും ആവാമി ലീഗ് പ്രതിപക്ഷത്തായിരുന്നു ഉണ്ടായിരുന്നത്. 1971 വരെ കിഴക്കൻ പാകിസ്ഥാൻ എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം ആ വർഷം നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് ശേഷമാണ് ബംഗ്ലാദേശ് ആയത്. യുദ്ധത്തിൽ ജയിക്കാനുള്ള സഹായവും പാകിസ്ഥാൻ പട്ടാളം ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചപ്പോൾ പലായനം ചെയ്ത ജനങ്ങൾക്ക് അഭയം നൽകിയത് ഇന്ത്യയാണ്. ബംഗ്ലാദേശിന്റെ ആദ്യ പ്രധാനമന്ത്രി ഷെയ്ഖ് മുജീബുർ റഹ്മാൻ ഇന്ത്യയുമായി അടുപ്പം സൂക്ഷിച്ചിരുന്നു. 1975 പട്ടാള അട്ടിമറി കഴിഞ്ഞ ശേഷം 1991 വരെ പട്ടാള ഭരണമോ പട്ടാള മേധാവികളുടെ ഭരണമോ ആയിരുന്നു ബംഗ്ലാദേശിൽ ഉണ്ടായിരുന്നത്.
ജനറൽ സിയാവുർ റഹ്മാനും ജനറൽ ഇർഷാദും പട്ടാള മേധാവികളെയാണ് അധികാരത്തിൽ എത്തിയതെങ്കിലും പിന്നീട് രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ വിജയിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.